بسم الله الرحمن الرحيم ولا تهنوا ولا تحزنوا وأنتم الأعلون إن كنتم مؤمنين. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ യഥാവിധി പാലിച്ചുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഗുണകാംക്ഷപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ യഥാർത്ഥ മുത്തക്കികളിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്ത്യയിലെ മുസ്ലിം സമൂഹം വലിയ ഒരു പ്രതിസന്ധിയിലൂടെ, അതിലുപരി ഒരു പോരാട്ടത്തിൻ്റെ വഴിയിലാണുള്ളത്. ഇസ്ലാമിക സമൂഹത്തിൻ്റെ, ഇസ്ലാമിക സംസ്കാരത്തിൻ്റെ, അതിൻ്റെ സൗന്ദര്യ തികവ് എന്ന് പറയാൻ കഴിയുന്ന ഉദാരപൂർണമായ സമർപ്പണ മനോഭാവത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള വഖഫ് സംവിധാനം, അല്ലെങ്കിൽ വഖഫ് വിരുദ്ധമായിട്ടുള്ള ശ്രമങ്ങൾക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൻ്റെ ഭൂമികയിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്സത്തോടുകൂടി ഈ രാജ്യത്ത് നിലകൊള്ളുവാനുള്ള സൗഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും, പ്രശിഷ്യ മുസ്ലിം ഉമ്മത്തിന് അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. രോഗശയ്യയിൽ കിടന്ന് മരിച്ച് ഷഹീദ് അഥവാ ധീരരക്തസാക്ഷി എന്നറിയപ്പെടുന്ന ധീരനായ പോരാളിയായിരുന്നു നൂറുദ്ദീൻ സങ്കി റഹിമഹുല്ല. അദ്ദേഹത്തിൻ്റെ പേര് കേട്ടാൽ കുരിശ് സൈനികർക്ക് വല്ലാതെ പേടിയുണ്ടാവുകയും മുട്ടുവിറയ്ക്കുകയും ചെയ്യാറുണ്ടായിരുന്നു എന്ന് ചരിത്രം പറയുന്നുണ്ട്. ലോകപ്രശസ്ത മുസ്ലിം ചരിത്രകാരനായിരുന്ന ഇബ്നു അസീർ അദ്ദേഹത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയത് ഖദ് ത്വാലഅതു തവാരീഖൽ മുലൂക്കി അൽ മുതഖദ്ദിമ ഖബലൽ ഇസ്ലാം ഇലാ യൗമിനാ ഹാദാ. ഇസ്ലാമിന് മുമ്പും ശേഷവുമുള്ള ചരിത്രം ഞാൻ പഠിച്ചിട്ടുണ്ട്. ഫലം അറ ബഅദൽ ഖുലഫാഇർ റാഷിദീൻ വ ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസ് ഖാമിസിൽ ഖുലഫ അഹ്സന സീറത്തൻ മിനൽ മലിക്കിൽ ആദിൽ നൂറുദ്ദീൻ അസ്സങ്കി. ഖുലഫാഉർ റാഷിദിൻ്റെയും ഉമർ ഇബ്നു അബ്ദുൽ അസീസിനും ശേഷം നൂറുദ്ദീൻ സങ്കിയേക്കാൾ നീതിമാനായ ഒരു ഭരണാധികാരിയെയും എനിക്ക് കാണുവാൻ സാധിച്ചിട്ടില്ല. നൂറുദ്ദീൻ സങ്കി, അദ്ദേഹത്തിനൊരു വലിയ സ്വപ്നമുണ്ടായിരുന്നു. ക്രൈസ്തവ കുരിശ് സൈന്യത്തിൻ്റെ പിടിയിൽ നിന്ന് മുസ്ലിം നാടുകൾ മോചിപ്പിക്കുകയും മസ്ജിദുൽ അഖ്സയെ മുസ്ലിം ഉമ്മത്തിന് വേണ്ടി സ്വതന്ത്രമാക്കി കൊടുക്കുകയും ചെയ്യുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സ്വപ്നം. ഒരു കാലം വരും, അക്കാലത്ത് കുരിശ് സൈന്യത്തിനെതിരെ മുസ്ലിം സൈന്യം വിജയം വരിക്കുമെന്ന് അദ്ദേഹം ഉറച്ച് വിശ്വസിച്ചിരുന്നു. ശേഷം അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിരുന്ന സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി 1187 ഹിത്തീനിൽ വെച്ച് നടന്ന യുദ്ധത്തിൽ കുരിശ് സൈന്യത്തെ പരാജയപ്പെടുത്തി മുസ്ലിം ലോകത്തിന് മസ്ജിദുൽ അഖ്സ സ്വതന്ത്രമാക്കി തിരിച്ചു കൊടുക്കുന്നുണ്ട്. മസ്ജിദുൽ അഖ്സ വീണ്ടെടുത്തതിന് ശേഷം ആ മസ്ജിദിൻ്റെ മെഹ്റാബ് അലങ്കരിക്കുന്നതിന് വേണ്ടിയുള്ള മിമ്പർ സലാഹുദ്ദീൻ അയ്യൂബി അദ്ദേഹം കൊണ്ടുവരുന്നത് ഡമാസ്കസിൽ നിന്നാണ്. ആ മിമ്പർ പിൽക്കാലത്ത് അറിയപ്പെടുന്നത് മിമ്പറു സലാഹുദ്ദീൻ, സലാഹുദ്ദീൻ്റെ മിമ്പർ എന്നാണ് അത് അറിയപ്പെടുന്നത്.
യഥാർത്ഥത്തിൽ അത് സലാഹുദ്ദീൻ അയ്യൂബി നിർമ്മിച്ച മിമ്പർ ആയിരുന്നില്ല. 1168 എന്ന് പറഞ്ഞാൽ സലാഹുദ്ദീൻ അയ്യൂബി ഹിത്തീനിലൂടെ മസ്ജിദുൽ അഖ്സ തിരിച്ചു പിടിക്കുന്നതിന് 20 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ ഉസ്താദ് നൂറുദ്ദീൻ സങ്കി ഡമാസ്കസിലെത്തുകയും ഹലബ് എന്ന പ്രദേശത്തെ അറിയപ്പെട്ട ആശാരിമാരെ കൊണ്ടുവന്ന് നിർമ്മിച്ചെടുത്തതായിരുന്നു ഈ മിമ്പർ എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. വർഷങ്ങൾക്ക് ശേഷം മസ്ജിദുൽ അഖ്സ ഇസ്ലാമിൻ്റെ വരുതിയിൽ വരും. അന്ന് മസ്ജിദുൽ അഖ്സയിലെ മിമ്പർ അലങ്കരിക്കേണ്ടത് താൻ നിർമ്മിച്ചെടുത്ത മിമ്പറായിരിക്കണമെന്ന് സലാഹുദ്ദീൻ അയ്യൂബയുടെ ഉസ്താദായിരുന്ന നൂറുദ്ദീൻ സങ്കി തീരുമാനിച്ചിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. നൂറുദ്ദീൻ സങ്കി റഹ്മഹുള്ളയുടെ ജിഹാദിനെ കുറിച്ച പോരാട്ട വീര്യത്തെക്കുറിച്ചല്ല ഈ മുഖവുര. കുരിശ് യുദ്ധം കീഴടക്കിയിട്ടുള്ള മുസ്ലിം നാടുകൾ ഓരോന്നോരോന്നായി നൂറുദ്ദീൻ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ നേതൃത്വത്തിലുള്ള മുസ്ലിം സൈന്യം തിരിച്ചുപിടിക്കുന്ന വേളയിൽ കുരിശ് സൈനികർ പറഞ്ഞു വെച്ച ഒരു വർത്തമാനമുണ്ട്. മുസ്ലിം ഉമ്മത്ത് വഖഫ് ഭേദഗതി ബില്ലിനെതിരായുള്ള പോരാട്ടത്തിൽ അവർ അണിനിരക്കുമ്പോഴും തെരുവിൽ അവർ പോരാടുമ്പോഴും മുസ്ലിം ഉമ്മത്തിൻ്റെ നിലപാടുകളിൽ നൂറുദ്ദീൻ സങ്കിയുടെ വർത്തമാനത്തിൻ്റെ വലിയ പ്രസക്തിയുണ്ട് എന്നതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. കുരിശ് സൈന്യം നൂറുദ്ദീൻ സങ്കിയെക്കുറിച്ച് പറയാറുണ്ടായിരുന്നു അത്രേ, ഇന്നൽ ഖസീം ഇബ്നുൽ ഖസീം ലഹു മഅല്ലാഹി സിറ. ഈ നൂറുദ്ദീൻ എന്നു പേരായ സൈന്യാധിപനുണ്ടല്ലോ, അദ്ദേഹത്തിന് അള്ളാഹുവുമായി ചില രഹസ്യ ഇടപാടുകളുണ്ട്. فإنه لم يظفر علينا بكثرة جنده وجيشه. അദ്ദേഹം ഓരോരോ നാടുകളിൽ നമ്മെ പരാജയപ്പെടുത്തി ഇസ്ലാമിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോകുന്നത് അദ്ദേഹത്തിൻ്റെ സൈനിക ശക്തി കൊണ്ടോ ആയുധബലം കൊണ്ടോ അല്ല. മുസ്ലിം ഉമ്മത്ത് പലപ്പോഴും വിചാരിച്ചിട്ടുള്ളത് അവരുടെ സംഘബലവും അവരുടെ ബുദ്ധിപാഠവും കൊണ്ട് എല്ലാം അതിജയിക്കാനും അതിനെയൊക്കെ മറികടക്കാനും കഴിയും എന്നാണ് പലപ്പോഴും മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട നമ്മൾ വിചാരിക്കാറുള്ളത്. എന്നാൽ നൂറുദ്ദീൻ സങ്കി നമുക്ക് മേൽ വിജയം വരിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ നമസ്കാരവും അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയും കൊണ്ടാണ്. ഇത് പറഞ്ഞു വെക്കുന്നത് ഈ കുരിശ് സൈന്യമാണ്. എന്നിട്ട് അവർ പറയുന്നത് ഫഇന്നഹു യുസല്ലി ബില്ലൈലി വയർഫഉ യദൈഹി ഇലല്ലാഹ്. അദ്ദേഹം രാത്രിയിൽ എഴുന്നേറ്റ് നിന്ന് നമസ്കരിക്കും. അള്ളാഹുവിൻ്റെ മുമ്പിൽ കൈകൾ ഉയർത്തിക്കൊണ്ട് നൂറുദ്ദീൻ റഹ്മഹുള്ള പ്രാർത്ഥിക്കും. ഫഇന്നഹു യസ്തജീബു ലഹു വയുഅതി യസുലഹു ഫയൽഫറു അലൈനാ. അദ്ദേഹത്തിൻ്റെ ആ കൈ ഉയർത്തിയുള്ള പ്രാർത്ഥനകൾ കണ്ടാൽ, കണ്ണീരഴിഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥനകൾ കണ്ടാൽ പടച്ചവന് ആ ദുആ സ്വീകരിക്കാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് അദ്ദേഹം നമ്മെ പരാജയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. കുരിശ് സൈന്യം നൂറുദ്ദീൻ സങ്കിയെക്കുറിച്ച് പറഞ്ഞു വെച്ച വർത്തമാനമാണ്. ഇസ്ലാമിക വിപ്ലവങ്ങളുടെയും ഇസ്ലാമിക വിജയങ്ങളുടെയും ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ മുസ്ലിം ഉമ്മത്ത് ഏതെല്ലാം പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്ന് കരകയറിയിട്ടുണ്ടോ അതിൻ്റെയൊക്കെ മൂലമായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കൈമുതൽ എന്ന് പറയുന്നത് ഈ പ്രാർത്ഥനയുടെയും ഈ നമസ്കാരത്തിൻ്റെയും വിജയങ്ങളുടെ പാരമ്പര്യമാണ്. നമസ്കാരങ്ങളിലൂടെയും പ്രാർത്ഥനകളിലൂടെയുമുള്ള വിജയങ്ങളാണ് മുസ്ലിം ഉമ്മത്തിന് വലിയ പ്രതിസന്ധികളിൽ നിന്ന് അവരെ കരകയറ്റിയത് എന്ന് നമുക്ക് കാണാൻ കഴിയും. സ്വലാത്തിനും ജിഹാദിനുമിടയിൽ, നമസ്കാരത്തിനും സമരങ്ങൾക്കുമിടയിൽ ഒരു പാരസ്പര്യമുണ്ട്. ആ പാരസ്പര്യം നമുക്ക് ബദറിൽ നമുക്ക് കാണാൻ കഴിയും. ഈ സ്വലാത്തിൻ്റെയും സമരത്തിൻ്റെയും ജിഹാദിൻ്റെയും പാരസ്പര്യം തബൂക്കിലും അഹ്സാബിലും ഇസ്ലാമിക ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. അലി റളിയല്ലാഹു തആല അൻഹു ബദർ യുദ്ധത്തിലെ സന്ദർഭത്തെ വിശദീകരിച്ചുകൊണ്ട് അലി റളിയല്ലാഹു തആല ആ സന്ദർഭത്തെ ഓർത്തെടുക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, മാ കാന ഫീനാ ഫാരിസുൻ യൗമ ബദരിൻ ഗൈറൽ മിഖ്ദാദ്. ബദറിന് വേണ്ടി പുറപ്പെട്ട വേളയിൽ
ബദർ യുദ്ധത്തിലെ മുസ്ലിമീങ്ങളുടെ ദൗർബല്യത്തെ നമ്മൾ നിരവധി സന്ദർഭങ്ങളിൽ നമ്മൾ അയവിറക്കുകയും മനസ്സിലാക്കുകയും ചെയ്തതാണ്. അലി റളിയല്ലാഹു അൻഹു തുടരുന്നു, വലഖദ് റഅയ്തുനാ വമാ ഫീനാ നായിമുൻ ഇല്ലാ റസൂലുള്ളാഹ്. ബദറിന്റെ രാത്രിയിൽ എല്ലാവരും കിടന്നുറങ്ങുമ്പോൾ ഒരു മനുഷ്യൻ ഒരു തമ്പിന്റെ ചുവട്ടിലിരുന്ന് പ്രാർത്ഥനാ നിമഗ്നനായി പടച്ചവനോട് കൈ ഉയർത്തുമായിരുന്നു. അത് മറ്റാരുമായിരുന്നില്ല, ഇല്ലാ റസൂലുള്ളാഹ്, അള്ളാഹുവിന്റെ റസൂല് മാത്രം ബദറിന്റെ രാത്രിയിൽ ഉറങ്ങിയില്ല. കാന തഹ്ത ശജറത്തിൻ യുസല്ലി വയബ്കി ഹത്താ അസ്ബഹ്. നേരം പുലരുന്നതുവരെ അള്ളാഹുവിന്റെ റസൂൽ നമസ്കരിക്കുകയും പ്രാർത്ഥിക്കുകയുമായിരുന്നു ചെയ്തിരുന്നത്. വലമ്മ നസലത്ത് തശ്ശും മിനൽ മതർ. ബദറിന്റെ തലേരാത്രിയിൽ അതിശക്തമായ ഒരു മഴ പെയ്തു. ഫന്തലഖത്തി സ്വഹാബത്തു തഹ്ത അശ്ശജറത്തി വൽ ജഹ്ഫ്. സഹാബാക്കൾ മരത്തിന്റെ താഴേക്ക് അതേപോലെ പരിചകൾ തലയിൽ വെച്ചുകൊണ്ട് മഴയിൽ നിന്ന് അവർ പ്രതിരോധിക്കുകയായിരുന്നു. ഫബാത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യദ്ഉ റബ്ബഹു. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പേമാരി പെയ്ത ആ രാത്രിയിൽ അവിടുന്ന് മഴ നനഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുകയായിരുന്നു ചെയ്തിരുന്നത് എന്ന് അലി റളിയല്ലാഹു തആല അൻഹു ആ സന്ദർഭത്തെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല പറയുന്നത്, മാ സമിഅനാ മുനാശിദൻ യുൻഷിദു ളാല്ലതൻ അശദ്ദ മിന്നാ ശിദ്ദതൻ മിൻ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ലിറബ്ബിഹി യൗമ ബദർ. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനോട് തൻ്റെ ആവശ്യം ആണയിട്ട് ആവശ്യപ്പെടുന്നത് ഞാൻ ജീവിതത്തിൽ ഒരിക്കൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദറിന്റെ രാത്രിയിൽ അള്ളാഹുവിനോട് ശപഥം ചെയ്തുകൊണ്ട് ആണയിട്ട് തൻ്റെ ആവശ്യപൂർത്തീകരണത്തിന് വേണ്ടി കേണപേക്ഷിക്കുന്ന ഒരു സന്ദർഭം ഞാൻ പ്രവാചകനിൽ നിന്ന് മാത്രമേ കണ്ടിട്ടുള്ളൂ. റസൂൽ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരുന്നു, അല്ലാഹുമ്മ ഇന്നി ഉൻഷിദുക മാ വഅദ്തനി. പടച്ചവനെ, നിന്റെ വാഗ്ദാനം നീ എനിക്ക് പൂർത്തീകരിച്ച് തരണമെന്ന് ഞാൻ നിന്നോട് ആവശ്യപ്പെടുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പ്രാർത്ഥിക്കുന്നതിനനുസരിച്ച് അവിടുന്ന് കൈകൾ ആകാശത്തേക്ക് ഉയർന്നു പോകുന്നത് ഞാൻ കണ്ടു എന്ന് സഹാബിവര്യൻ വിശദീകരിക്കുകയാണ്. പ്രവാചകരുടെ ചുമലിൽ നിന്ന് അവിടുന്ന് മേൽവസ്ത്രം താഴേക്ക് വീഴുന്നത് കണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അതെടുത്ത് പ്രവാചകന് കൈമാറുന്നത് ഞാൻ ഇങ്ങനെ കണ്ടു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അവസാനം സഹികെട്ടുകൊണ്ട് പ്രവാചകനോട് പറഞ്ഞത്, യാ നബിയല്ലാഹ് കഫാക മുനാശദക റബ്ബക ഫഇന്നഹു സയുൻജിസു ലക മാ വഅദക. താങ്കൾക്ക് നിർത്താൻ സമയമായിരിക്കുന്നു നബിയെ. അല്ലാഹു സുബ്ഹാനഹു വ തആല താങ്കൾക്ക് ഉത്തരം നൽകുമെന്ന വിഷയത്തിൽ സംശയമില്ല. താങ്കൾ ഈ പ്രാർത്ഥന അവസാനിപ്പിക്കണം. അപ്പോഴാണ് വിശുദ്ധ ഖുർആനിന്റെ സൂക്തം അവതരിക്കുന്നത്. ഇദ് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നീ മുമിദ്ദുക്കും. പ്രവാചകരെ, താങ്കളുടെ പ്രാർത്ഥന ഞാൻ കേട്ടിരിക്കുന്നു എന്ന ആയത്ത് ആ സന്ദർഭത്തിലാണ് അവതരിക്കുന്നത് എന്ന് സഹാബിവര്യന്മാർ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മുസ്ലിം ഉമ്മത്ത് പ്രതിസന്ധിയുടെ നിലയില്ലാ കയത്തിലേക്ക് താഴ്ന്നു പോകുമ്പോഴും വെല്ലുവിളികൾ നിരന്തരമായി മുസ്ലിം ഉമ്മത്ത് അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോഴും നമസ്കാരങ്ങളും പ്രാർത്ഥനകളും ശത്രുവിൻ്റെ കൈകളിൽ നിന്ന് വിജയം പറിച്ചു വാങ്ങാൻ പ്രാപ്തിയുള്ള ആയുധമാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഇസ്തഗീസൂന റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് അർത്ഥിച്ച സന്ദർഭത്തിൽ ഫസ്തജാബ ലക്കും, അള്ളാഹു നിങ്ങൾക്ക് ഉത്തരം നൽകിയിരിക്കുന്നു. അന്നീ മുമിദ്ദുക്കും, അള്ളാഹു നിങ്ങളെ സഹായിക്കുമെന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രബോധനത്തിന്റെ ആദ്യഘട്ടത്തിൽ അവിടുന്ന് ഇറങ്ങിയിട്ടുള്ള ആയത്തുകളൊന്ന് എടുത്ത് പരിശോധിച്ചാൽ, യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീല. അല്ലയോ മൂടിപ്പുടച്ചു കിടക്കുന്ന പ്രവാചകരെ, താങ്കൾ എഴുന്നേറ്റ് നമസ്കരിക്കാൻ സമയമായിരിക്കുന്നു. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രബോധനത്തിന്റെ തീഷ്ണമായ ആദ്യ സന്ദർഭത്തിൽ പ്രവാചകനോടുള്ള കൽപ്പനയായിരുന്നു, വനിസ്വഹു അവിൻഖുസ് മിൻഹു ഖലീല. താങ്കൾ നമസ്കരിക്കേണ്ടതിൻ്റെ കണക്ക് ഞാൻ പറയാം. മുസ്ലിം ഉമ്മത്ത് നമസ്കരിക്കേണ്ടതിൻ്റെ കണക്ക് അവർക്ക് ആവശ്യമുള്ള വിജയങ്ങളുടെ കണക്കാണ് എന്ന് അല്ലാഹു തആല സൂറത്തുൽ മുസമ്മിലിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ഓർമ്മപ്പെടുത്തി. ഇന്ന സനുൽഖി അലൈക ഖൗലൻ സഖീല. എത്രയാണ് താങ്കൾ നമസ്കരിക്കേണ്ടത് എന്നാണ് ചോദ്യമെങ്കിൽ എത്രയാണ് മുസ്ലിം ഉമ്മത്തിന് വിജയം വേണ്ടത്? അത്രയധികം പ്രാർത്ഥനയോടുകൂടി നമസ്കാരത്തോടുകൂടി മുന്നിടലാണ് സമരത്തിന്റെ ഏറ്റവും വലിയ ഗതികോർജമായി വർത്തിക്കേണ്ടത് എന്ന്
വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇന്നലക ഫിന്നഹാരി സബ്ഹൻ തവീല, പകൽ വെളിച്ചത്തിൽ ദീർഘമായി നീന്തി തുടിക്കുവാനുള്ളതല്ല നബിയെ, പകൽ വെളിച്ചത്തിൽ സമര പോരാട്ടങ്ങളിൽ അഭിരമിക്കാനുള്ളതാണ് താങ്കൾക്ക്. താങ്കൾ ചെയ്യേണ്ടുന്നത് ഖുമില്ലൈല ഇല്ല ഖലീല, രാത്രിയിൽ കുറച്ചു മാത്രം ഉറങ്ങി താങ്കൾ നമസ്കരിക്കൂ. പരമോന്നതനായ പടച്ചവന്റെ ശബ്ദമാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നേരിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നടത്തുന്ന നിർദ്ദേശമാണത്. വലിയ വലിയ പ്രതിസന്ധികൾ താങ്കളെ കാത്തിരിക്കുന്നു. ആ പ്രതിസന്ധികളെ തരണം ചെയ്യണമെങ്കിൽ താങ്കളുടെ ഉറക്കത്തിൻ്റെയും വിശ്രമത്തിൻ്റെയും കാലം അവസാനിച്ചിരിക്കുന്നു നബിയെ. വിശുദ്ധ ഖുർആനിലെ ഈ ആയത്തുകൾ മുസ്ലിം ഉമ്മത്തിൻ്റെ പോരാട്ടത്തിൻ്റെ സന്ദർഭങ്ങളിൽ മുസ്ലിം ഉമ്മത്ത് ചേർത്ത് വെക്കേണ്ടുന്ന ആയത്തുകളാണ് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. എവിടെ എത്തി? മുസ്ലിം ഉമ്മത്തിൻ്റെ സമ്പത്ത് മുഴുവൻ കൊള്ളയടിക്കുന്നതിന് വേണ്ടി മുസ്ലിം ഉമ്മത്ത് ഇവിടെ അടയാളപ്പെടുത്തിയ സ്മാരകങ്ങളെ ബുൾഡോസ് ചെയ്യുന്നതിന് വേണ്ടി ഇസ്ലാമിക സമൂഹത്തെ ഒന്നടങ്കം ബുൾഡോസ് ചെയ്യുന്നതിനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കെ നാം ഊർജം സംഭരിക്കേണ്ടുന്നത് നമ്മുടെ നമസ്കാരങ്ങളിലൂടെയും നമ്മുടെ പ്രാർത്ഥനകളിലൂടെയുമാണ് എന്നതാണ് മുസ്ലിം ഉമ്മത്തിൻ്റെ ഏറ്റവും വലിയ വിജയങ്ങളുടെ രഹസ്യമെന്ന് പറയുന്നത്. വിരിപ്പിൻ്റെ സുഖലോലുപതയിൽ നിന്ന് അവരെ പറിച്ചെടുത്തുകൊണ്ട് സമര പോരാട്ടങ്ങളിലേക്ക് അവരെ എത്തിക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട വിജയത്തിൻ്റെ മൂലമായി, അടിസ്ഥാനപരമായിട്ടുള്ള മൂലമായി കാണേണ്ടുന്നത് യഥാർത്ഥത്തിൽ ഇബാദത്തുകളും ദിക്റുകളും ദുആക്കളും സ്വലാത്തുകളുമാണ്. ഖുമില്ലൈല ഇല്ല ഖലീലൻ നിസ്ഫഹു അവ ഇൻഖുസ് മിൻഹു ഖലീല. രണ്ട് തരത്തിലാണ് മനുഷ്യരുള്ളത്. ഒന്നാമത്തെ വിഭാഗം സ്വന്തത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ആളുകൾ. അവരെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ഉമ്മത്തിന്റെ അടിയാധാരം ഇളക്കി മാന്തുന്ന ഒരു പ്രശ്നവും അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമേ അല്ല. സ്വന്തത്തിന് വേണ്ടി, നഫ്സിന് വേണ്ടി ജീവിക്കുന്ന ആളുകൾ, ശാന്തമായി വിശ്രമിച്ച് സന്തോഷത്തോടുകൂടി അത്തരം മനുഷ്യർക്ക് ചുറ്റുമുള്ള പ്രശ്നങ്ങളെ കണ്ടില്ല എന്ന് നടിച്ച് അങ്ങനെ വിശ്രമിക്കാനും സ്വസ്ഥമായി ജീവിക്കാനും കഴിയും. പക്ഷേ വലിയ വലിയ ആളുകൾ, രണ്ടാമത്തെ വിഭാഗം ആളുകൾ, മനുഷ്യർ പ്രതിസന്ധികൾ നേരിടാൻ തയ്യാറായി ജീവിക്കുന്ന മനുഷ്യരാണ്. വിശുദ്ധ ഖുർആന്റെ ഭാഷയിൽ തതജാഫാ ജുനൂബുഹും അനിൽ മലാജിഇ, ഉറങ്ങാൻ വൈമനസ്യമുള്ള ആളുകൾ വിജയങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി തൻ്റെ കിടപ്പറയിൽ നിന്ന്, തൻ്റെ ശരശയ്യയിൽ നിന്ന്, ശരശയ്യയെന്നോണം അതിനെ കണ്ട് അങ്ങനെ സമര പോരാട്ടങ്ങളിലേക്ക് ഇറങ്ങുന്ന ആളുകളാണ് വിശ്വാസികൾ എന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണല്ലോ യാ അയ്യുഹൽ മുസമ്മിൽ എന്ന ആയത്തിറങ്ങിയതിന് ശേഷം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട പത്നി ഖദീജ റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നിട്ട് സ്വാന്തനപ്പെടുത്തുന്നുണ്ട്. പ്രവാചകരെ, താങ്കൾ വിശ്രമിക്കൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജ ബീവിയോട് പറഞ്ഞ ഒരു വർത്തമാനം ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം. മലാ അഹദുൻ നൗമി യാ ഖദീജ, ഖദീജ, ഉറക്കത്തിന്റെ സമയം അവസാനിച്ചിട്ടുണ്ട്. ഇനി മുസ്ലിം ഉമ്മത്ത് ഉറങ്ങേണ്ടതില്ല. എനിക്കിനി ഉറക്കം നഷ്ടപ്പെട്ട സന്ദർഭമാണ്. ഈ ആയത്തിറങ്ങിയതിനു ശേഷം 1 വർഷത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും കൂടെയുണ്ടായിരുന്ന സഹാബാക്കളും നിരന്തരമായി അവർ എഴുന്നേറ്റ് നമസ്കരിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. പ്രതിസന്ധികളുടെ മാലപ്പടക്കങ്ങൾ ഓരോന്നോരോന്നായി സഹാബാക്കളിലൂടെ കയറിയിറങ്ങുമ്പോഴും ആ സന്ദർഭത്തിലൊക്കെയും പ്രവാചകൻ ഒരു യുദ്ധത്തിന്റെ പോലും, തിരിച്ചൊരു പ്രതികരണത്തിന് പോലും അനുമതി കൊടുക്കാതെ സമരമായി അവരുടെ പ്രബോധന മാർഗങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് സ്ഥൈര്യത്തോടുകൂടി ഇസ്തഈനു ബിസ്സബ്രി വസ്സലാ, നിങ്ങൾ സബർ കൊണ്ടും സമരം കൊണ്ടും ക്ഷമ കൊണ്ടും സ്ഥൈര്യം കൊണ്ടും നമസ്കാരങ്ങൾ കൊണ്ടും നിങ്ങളതിന് പ്രതികരിക്കുക എന്ന നിലപാടായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. 1 വർഷത്തോളം സഹാബാക്കൾ ആ പ്രതിസന്ധിയിൽ എഴുന്നേറ്റ് നമസ്കരിച്ചതിൻ്റെ അനന്തരഫലമായിരുന്നു തുടർന്ന് മുസ്ലിം ഉമ്മത്തിനുണ്ടായ വിജയമെന്ന് പ്രവാചകന്റെ ചരിത്രം പഠിച്ചാൽ കാണാം. സഹാബാക്കളുടെ കാലുകളിൽ നിന്ന് നമസ്കാരത്തിന്റെ പേരിൽ നീര് വന്നിരുന്നു. അവരുടെ കാലുകളിലെ ഞരമ്പുകൾ വീർത്ത് പുറത്തേക്ക് വന്നിരുന്നു. അവരുടെ ഞരമ്പുകൾ പോലും വെളിയിൽ കാണുന്നത്ര നിലയിൽ ശരീരത്തിലെ കാലുകൾ നീര് വെച്ച് നമസ്കാരത്തിന്റെ ആധിക്യം കാരണമെന്ന് ചരിത്രഗ്രന്ഥങ്ങളിൽ പറയപ്പെടുന്നു. വിശ്വാസിയുടെ ഫിത്നയുടെ കാലത്ത്, അവരുടെ പ്രതിസന്ധിയുടെ കാലത്ത്, പോർമുഖങ്ങളിൽ വിശ്വാസികൾ അപരമിക്കുന്ന കാലത്ത്
മുസ്ലിം ഉമ്മത്തിൻ്റെ ഏറ്റവും വലിയ ഊർജമെന്ന് പറയുന്നത് നമസ്കാരവും പ്രാർത്ഥനയുമായിരിക്കണം എന്നതാണ് സഹാബത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. പ്രമുഖ പണ്ഡിതൻ മഹാനായ സുഫിയാനു സൗരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയുന്ന ഒരു വർത്തമാനമുണ്ട്. ശർറു ഹാലാത്തിൽ മുഅ്മിനി അൻ യകൂന നായിമ. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏറ്റവും മോശമായ നിമിഷങ്ങളേത് എന്ന് ചോദിച്ചാൽ ഒരു വിശ്വാസി കിടന്നുറങ്ങുന്ന സന്ദർഭമാണ് അവന്റെ ജീവിതത്തിലെ ഏറ്റവും മോശമായിട്ടുള്ള സന്ദർഭം. വഖൈറു ഹാലാത്തിൽ ഫാജിരി അൻ യകൂന നായിമ. ഒരു തെമ്മാടിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏറ്റവും നല്ല നിമിഷങ്ങൾ അയാൾ കിടന്നുറങ്ങുന്ന നിമിഷമാണ് എന്ന് സുഫിയാൻ സൗരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്. വിജയങ്ങളുടെ അടിസ്ഥാനം സമരങ്ങളുമായി ബന്ധപ്പെട്ട്, വിപ്ലവങ്ങളുമായി ബന്ധപ്പെട്ട് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഏറ്റവും വലിയ തത്വം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കുരിശ് സൈനികർ നൂറുദ്ദീൻ സങ്കി റഹ്മത്തുള്ളാഹി അലൈഹിയെ കുറിച്ച് അവർ പറഞ്ഞു വെച്ച ആ വചനത്തിൽ മുസ്ലിം ഉമ്മത്ത് സമരത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കണം എന്നത് വളരെ കൃത്യമായി അവർ പറഞ്ഞു വെക്കുന്നുണ്ട്. വ ഇന്നമാ യൽഫറു അലൈന, നൂറുദ്ദീൻ സങ്കി ഞങ്ങൾക്കെതിരെ വിജയം കൊയ്യുന്നത് ബിസ്സലാത്തി വദ്ദുആ, നമസ്കാരങ്ങൾ കൊണ്ടും പ്രാർത്ഥനകൾ കൊണ്ടുമാണ്. ഉമ്മത്ത് അതിൻ്റെ ശത്രുക്കൾക്ക് മേൽ വിജയം വരിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള അർത്ഥനയിലൂടെയും പ്രാർത്ഥനയിലൂടെയുമാണ് എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്. ഉമ്മത്തിലെ പോരാളികളെ കുറിച്ച് റോമൻ സൈന്യാധിപനായിട്ടുള്ള മാഹാന്റെ മുമ്പിൽ അദ്ദേഹം പറഞ്ഞു വെച്ച ഒരു അറബ് ചാരൻ മുസ്ലിം ഉമ്മത്തിനെ കുറിച്ച് റിപ്പോർട്ട് കൊടുക്കുന്നത്, അയാൾ ഒരൊറ്റ വാക്കിൽ മുസ്ലിം ഉമ്മത്തിലെ പോരാളികളെ കുറിച്ച് പറഞ്ഞത് റുഹ്ബാനും ബില്ലൈലി വഫുർസാനും ബിന്നഹാർ, രാത്രിയിലെ ഭക്തന്മാർ, പകലിലെ പോരാളികൾ. പകലിൽ ഒരാൾക്ക് എങ്ങനെയാണ് പോരാളിയാകാൻ കഴിയുക? അത് രാത്രിയിലെ ഭക്തി കൊണ്ടാണ്. രാത്രിയിൽ ഭക്തിയുള്ള മനുഷ്യർ പകലിൽ പോരാളിയായിരിക്കും എന്നതായിരുന്നു റോമൻ സൈന്യത്തിന് മുസ്ലിം ഉമ്മത്തിനെ കുറിച്ച് ലഭിച്ച ഒരു റിപ്പോർട്ട് എന്ന് പറയുന്നത്. രാത്രിയാമങ്ങളിൽ പുരോഹിതന്മാരായി ആരാധനകളിൽ മുഴുകിയാൽ പകൽ വെളിച്ചത്തിൽ അവർ പടയാളികളാണ്. ഇതായിരുന്നു ഒരു കാലത്തെ മുസ്ലിം ഉമ്മത്തിൻ്റെ സമര പോരാട്ടത്തിൻ്റെ വീര്യവും ആ സമരത്തിലൂടെ അവർ നേടിയെടുത്ത വിജയത്തിൻ്റെ മാനദണ്ഡങ്ങളും എന്ന് പറയുന്നത്. മുസ്ലിം സമൂഹം വഖഫ് സ്വത്ത് അത് ശത്രുക്കൾ തട്ടിയെടുക്കുന്നു, അല്ലെങ്കിൽ വലിയ വലിയ നിയമങ്ങൾ കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞ് മുറവിളി കൂട്ടുന്ന അതിനേക്കാൾ വലിയ ശബ്ദത്തിലും അതിനേക്കാൾ വലിയ ശക്തിയിലും അവരുടെ ഇബാദത്തുകൾക്ക് കൂടി മൂർച്ച കൂട്ടേണ്ടിയിരിക്കുന്നു. എങ്കിൽ മാത്രമാണ് മുസ്ലിം ഉമ്മത്തിന് അനുകൂലമായ വിജയങ്ങൾ സാധ്യമാക്കാൻ കഴിയുക. വിശ്വാസിയുടെ കരുത്ത് ഉറപ്പിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം അത് ആരാധനകൾ മാത്രമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. 5 നേരം പള്ളികളിൽ നിന്ന് ഉയർന്നൊഴുകുന്ന ബാങ്കുലികൾ, ആ ബാങ്കിൽ നിന്ന് നമുക്ക് കേൾക്കാൻ കഴിയുന്ന ഒരു ക്ഷണമുണ്ട്, ഹയ്യ അലസ്സലാ, നിങ്ങൾ നമസ്കാരത്തിലേക്ക് വരൂ. നമസ്കാരത്തിലേക്ക് വരൂ എന്ന് പറഞ്ഞതിൻ്റെ തൊട്ടടുത്ത വാചകം, നിങ്ങൾ നമസ്കാരത്തിലേക്ക് വന്നാലാണ് ഹയ്യ അലൽ ഫലാഹ്, നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയൂ എന്ന ആ വാക്യം കൂടി അതിനോട് ചേർത്ത് വെച്ചുകൊണ്ടാണ് പള്ളികളിൽ നിന്നുള്ള ആ മന്ത്രോച്ചാരണങ്ങൾ പോലും. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമസ്കാരവും വിജയവും തമ്മിൽ ചേർന്ന് നിൽക്കുന്ന ഏറ്റവും സുപ്രധാനമായ സ്ഥലം അത് ബാങ്കലുകളിൽ പോലും മുസ്ലിം ഉമ്മത്തിന് അനുഭവിക്കാൻ കഴിയുന്നു എന്ന് പറഞ്ഞാൽ വിശ്വാസിയുടെ നമസ്കാരത്തിലേക്കുള്ള യാത്ര യഥാർത്ഥത്തിൽ വിജയത്തിലേക്ക് കൂടിയുള്ള യാത്രയാണ്. അത് മുസ്ലിം ഉമ്മത്തിൻ്റെ വിജയത്തിൻ്റെ നിദാനമാണ് എന്നതാണ് വിശുദ്ധമായ ഖുർആനും തിരുസുന്നത്ത് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. വസ്തഈനു ബിസ്സബ്രി വസ്സലാ വഇന്നഹാ ലകബീറ ഇല്ലാ അലൽ ഖാശിഈൻ. നിങ്ങൾ നമസ്കാരം കൊണ്ടും സഹനം കൊണ്ടും സമരം കൊണ്ടും നിങ്ങൾ അള്ളാഹുവിനോട് സഹായമർത്ഥിക്കൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നത് അതാണ്. ഫസാദിൻ്റെ കാലത്ത്, നന്മകളില്ലാതായിക്കൊണ്ടിരിക്കുന്ന കാലത്ത്, അന്തരീക്ഷം ഫിത്നകൾ കൊണ്ട് മലീമസമായ കാലത്ത് പൂർവസൂരികളുടെ പാഠശാല ഏത് എന്ന് ചോദിച്ചാൽ അത് സ്വലാത്തായിരുന്നു, നമസ്കാരമായിരുന്നു എന്ന് കാണാൻ കഴിയും. നേരത്തെ പറഞ്ഞ ഷഹീദ് നൂറുദ്ദീൻ സങ്കിയെക്കുറിച്ച് ഹാഫിള് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞു വെക്കുന്ന ഒരു വാചകമുണ്ട്. ആരായിരുന്നു നൂറുദ്ദീൻ സങ്കി എന്ന് പറയുന്നിടത്ത് അദ്ദേഹം പറഞ്ഞത് കാന കസീറ സ്വലാത്തി ബില്ലൈൽ, രാത്രി അധികമായി നമസ്കരിക്കുന്ന മനുഷ്യനായിരുന്നു. കാന കസീറ സ്വലാത്തി ബില്ലൈൽ മിൻ വഖ്തി സഹരി ഇലാ അൻ യർകബ്, രാത്രിയിൽ അദ്ദേഹം നമസ്കരിക്കാൻ തുടങ്ങിയാൽ പ്രഭാതത്തിൽ തൻ്റെ കുതിരയിൽ കയറുന്നതുവരെയും അദ്ദേഹത്തിൻ്റെ പണി നമസ്കരിക്കുക എന്നത് മാത്രമായിരുന്നു. ഒരു ദിവസം നൂറുദ്ദീൻ സങ്കിയോട് കുത്തുബുദ്ദീൻ നൈസാബൂരി അദ്ദേഹം ചോദിച്ചു അത്രേ,
ബില്ലാഹി മൗലാന സുൽത്താൻ ലാ തുഖാതിർ ബിനഫ്സിക്. പ്രിയപ്പെട്ട സുൽത്താൻ, താങ്കൾ സ്വയം അപകടങ്ങളിൽ ചെന്ന് ചാടരുത്. എന്നും ഇങ്ങനെ യുദ്ധം ചെയ്ത് താങ്കൾ ഇങ്ങനെ അപകടങ്ങളിൽ ചെന്ന് ചാടരുത്. ഫഇന്നക ലൗ ഖുതിൽത ഖുതില ജമീഉ മൻ മഅക്. താങ്കൾ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. താങ്കളെങ്ങാനും കൊല ചെയ്യപ്പെട്ടാൽ താങ്കളുടെ കൂടെയുള്ള ആളുകളും കൊല ചെയ്യപ്പെടും. വഅഖദത്തിൽ ബിലാദ വഫസദ ഹാലുൽ മുസ്ലിമീൻ. ഈ രാഷ്ട്രത്തിന്റെ കഥ കഴിയും. അതുകൊണ്ട് താങ്കൾ എന്നും ഇങ്ങനെ സമര പോരാട്ടത്തിൽ താങ്കൾ ഇങ്ങനെ ഇറങ്ങരുത്. നൂറുദ്ദീൻ സങ്കി കുത്തുബുദ്ദീൻ നൈസാബൂരിയോട് പറയുന്ന ഒരു മറുപടിയുണ്ട്. മുസ്ലിം ഉമ്മത്ത് സമരങ്ങളിൽ ഇറങ്ങുമ്പോൾ ഈ മഹാന്മാരെയൊക്കെ ഓർത്തെടുക്കേണ്ടുന്ന, മഹാന്മാരുടെ മറുപടികൾ ജീവിതത്തിൽ ആവിഷ്കരിക്കേണ്ടുന്ന ഒരു സന്ദർഭമാണ് മുസ്ലിം ഉമ്മത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നൂറുദ്ദീൻ സങ്കി കുത്തുബുദ്ദീൻ നൈസാബൂരിക്ക് നൽകുന്ന മറുപടി, ഉസ്കുതിയ കുത്തുബുദ്ദീൻ, കുത്തുബുദ്ദീൻ താങ്കൾ മിണ്ടാതിരിക്കണം. ഫഇന്ന ഹൗലക ഇസാഅതു അദബിൻ അലല്ലാഹ്. അല്ലാഹുവിനോടുള്ള മര്യാദകേടാണ് താങ്കൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ സമര പോരാട്ടം നിർത്തണമെന്നോ? രാത്രിയിൽ നമസ്കരിക്കുന്ന ഞാൻ, ആ നമസ്കാരത്തിൻ്റെ ഊർജം ഞാൻ മുഴുവൻ ചെലവഴിക്കുന്നത് ഈ സമര പോരാട്ടങ്ങളിലാണ്. ഞാൻ ഈ പറഞ്ഞ വാക്കുകൾ തീർച്ചയായിട്ടും അള്ളാഹുവിനോടുള്ള മര്യാദകേടാണ്. വമൻ കാന യഹ്ഫളുദ്ദീന വൽ ബിലാദ. എനിക്ക് മുമ്പ് ഈ നാട് കാത്തു സൂക്ഷിക്കേണ്ടത് ഞാനായിരുന്നില്ല. ഞാൻ ജീവിച്ചിരിക്കുന്നതിന് മുമ്പ്, ഞാൻ ജന്മമെടുക്കുന്നതിന് മുമ്പ് ഈ നാട് കാത്തു സൂക്ഷിച്ചത് ഞാനായിരുന്നില്ല. എൻ്റെ മരണത്തിന് ശേഷം, ഞാൻ കൊല ചെയ്യപ്പെട്ടതിന് ശേഷം, ഷഹീദായതിന് ശേഷം ഈ നാട് കാത്തു സൂക്ഷിക്കുന്നതും ഞാനാവുകയില്ല. ഈ ദീനിനും ഈ നാടിനും കാവൽ നിൽക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എന്ന് ഉറച്ച വാക്കുകളോടുകൂടി ഖുത്ബുദ്ദീൻ നൈസാബൂരിയോട് മഹാനായ നൂറുദ്ദീൻ സങ്കി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഓർമ്മകളിൽ ഉണ്ടാവണം. മുസ്ലിം ഉമ്മത്തിൻ്റെ അടയാള സ്മാരകങ്ങൾ, മുസ്ലിം ഉമ്മത്തിൻ്റെ അസ്തിത്വങ്ങൾ, മുസ്ലിം ഉമ്മത്തുണ്ടാക്കിയ സമ്പത്ത്, അവരുടെ സാവര ജംഗമ വസ്തുക്കൾ മുഴുവൻ അടിച്ചു മാറ്റാൻ ശ്രമിക്കുമ്പോഴും ഈ ഒരു ബോധ്യമാണ് മുസ്ലിം ഉമ്മത്തിനുണ്ടാവേണ്ടുന്നത്. ഈ നാടിനും ഈ ദീനിനും കാവൽ നിൽക്കുന്നത് ഒരിക്കലും ഒരു പോരാളിയുമല്ല, മറിച്ച് ഈ നാടിൻ്റെയും ഈ ദീനിൻ്റെയും പോരാളി, കാവലാള് എന്ന് പറയുന്നത് സാക്ഷാൽ പടച്ചതമ്പുരാനാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോ, സമര പോരാട്ടങ്ങളിൽ അവർ ഉയർത്തിയ ബാനറുകളിൽ വഖഫിൻ്റെ ഭൂമികൾ സംഘികൾക്ക് പാട്ടത്തിന് കൊടുത്തതല്ല, അള്ളാഹുവിൻ്റെ മുമ്പിൽ സമർപ്പിച്ച ശുദ്ധമായിട്ടുള്ള സമർപ്പണത്തിൻ്റെ അനന്തരഫലമാണ് ഈ ഭൂമികൾ എന്ന ഒരു ബാനർ നമ്മൾ കണ്ടു. വഖഫ് സ്വത്ത് ആർക്കും പാട്ടത്തിന് കൊടുത്തതല്ല, അള്ളാഹുവിന് സമർപ്പിച്ചത്. അത് കാത്തു സൂക്ഷിക്കാൻ അള്ളാഹുവിന് മാത്രമാണ് കഴിയുക എന്ന ഉറച്ച ബോധ്യമാണ് യഥാർത്ഥത്തിൽ മുസ്ലിം ഉമ്മത്തിനുണ്ടാവേണ്ടുന്നത്. മഹാനൂറുദ്ദീൻ സങ്കി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ശിഷ്യൻ സലാഹുദ്ദീൻ അയ്യൂബി, അദ്ദേഹത്തിൻ്റെ മരണശേഷം പിന്നീട് ഊഴം സലാഹുദ്ദീൻ അയ്യൂബിക്കായിരുന്നു. ഏതെങ്കിലും മുസ്ലിം നാടുകൾക്ക് മേൽ ശത്രുക്കൾ ആക്രമണം അഴിച്ചുവിട്ടു എന്ന വാർത്ത കേട്ടാൽ മഹാനായ സലാഹുദ്ദീൻ അയ്യൂബി ആദ്യം ചെയ്യുന്ന പണി, അദ്ദേഹം മുസല്ല വിരിച്ച് അദ്ദേഹം നമസ്കരിക്കാൻ തുടങ്ങും. സുജൂദിൽ പ്രാർത്ഥനയിൽ മുഴുകി അള്ളാഹുവിൻ്റെ മുമ്പിൽ നിരന്തരമായി കേണപേക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന സലാഹുദ്ദീൻ അയ്യൂബി നൂറുദ്ദീൻ സങ്കിയുടെ അതേ മനോഭാവത്തിൻ്റെ പ്രതീകമായി ചരിത്രത്തിൽ കടന്നു വന്നു അദ്ദേഹം. സലാഹുദ്ദീൻ അയ്യൂബിയുടെ ഒരു പ്രാർത്ഥനയുണ്ട്, ഇലാഹി ഖദ് ഇൻഖതഅത് അസ്ബാബി അൽ-അർളിയ്യ ഫീ നുസ്റതി ദീനിക്. നിന്റെ ദീനിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി എന്തെല്ലാം വഴികളുണ്ടോ പടച്ചവനെ, ആ വഴികളെല്ലാം ഞാൻ അവലംബിച്ചു കഴിഞ്ഞിരിക്കുന്നു. വലം യബ്ഖ ഇല്ലൽ ഇഅ്തിസാമു ബിഹബ്ലിക വൽ ഇഅ്തിമാദു ബിഫദ്ലിക അൻത ഹസ്ബി വനിഅമൽ വകീൽ. ഞാൻ നിന്നിൽ അവലംബിച്ചിരിക്കുന്നു, നിന്നിൽ ഞാൻ അഭയം പ്രാപിച്ചിരിക്കുന്നു. നിന്റെ പിടിവള്ളിയല്ലാത്ത ഒരു പിടിവള്ളിയും ഇനി എൻ്റെ മുമ്പിലില്ല പടച്ചവനെ. അൻത ഹസ്ബി വനിഅമൽ വകീൽ. എനിക്ക് തുണയായി നീ തന്നെ മതി, പരമേൽപ്പിക്കാൻ നീ എത്ര മഹോന്നതൻ എന്ന് പറഞ്ഞ് സലാഹുദ്ദീൻ അയ്യൂബി അദ്ദേഹം മുസല്ലയിൽ അദ്ദേഹം പ്രാർത്ഥനയിൽ മുഴുകും. രാത്രിയിൽ പൊട്ടിക്കരഞ്ഞിരുന്ന, പടച്ചവന്റെ മുമ്പിൽ കണ്ണീരൊലിപ്പിച്ചിരുന്ന സലാഹുദ്ദീൻ അയ്യൂബി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മറ്റൊരു മുഖമായിരുന്നു. നമസ്കാരത്തിൽ അദ്ദേഹം സംഭരിച്ചെടുത്ത ഊർജം മുഴുവൻ പകൽ വെളിച്ചത്തിൽ ചെലവാക്കിയിരുന്നു മഹാനായ സലാഹുദ്ദീൻ അയ്യൂബി. നേരം പുലർന്നാൽ അദ്ദേഹം കുതിരപ്പുറത്ത് കയറും. വീട് വീടാന്തരം വാതിലുകളിൽ മുട്ടി മുറ്റത്ത് ചെന്നുകൊണ്ട് അദ്ദേഹം വിളിച്ചു പറയും, യാലൽ ഇസ്ലാം, ഇസ്ലാമിന് വേണ്ടി നിങ്ങൾ സമ്മേളിച്ചു കൊള്ളൂ.
അങ്ങനെ പറയുമ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകുന്നു എന്ന് മാത്രമല്ല, അദ്ദേഹം ആളുകളെ സമരരംഗത്തേക്ക് പ്രചോദിപ്പിച്ചുകൊണ്ടേയിരുന്നു എന്ന് കാണാൻ കഴിയും. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ആ രണ്ട് കണ്ണുകൾ നേടിയെടുക്കാൻ വേണ്ടി ജീവിതത്തിൽ അത്രമേൽ കൊതിച്ച സലാഹുദ്ദീൻ അയ്യൂബി ആ രണ്ട് കണ്ണുകൾ ഉപയോഗിച്ച് മസ്ജിദുൽ അഖ്സയെ വീണ്ടെടുക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് ഹിത്തീൻ യുദ്ധത്തിലൂടെ. ഈ സമര പോരാട്ടങ്ങളിൽ മുസ്ലിം ഉമ്മത്തിന്റെ അസ്തിത്വം വീണ്ടെടുക്കാനുള്ള ഈ പോരാട്ടത്തിൽ നമ്മുടെ മന്ത്രധ്വനി ഹാത്തി സലാഹുദ്ദീന സാനിയതൻ ഫീന വജദ്ദിദി ഹിത്തീന ബഅദ ഹിത്തീന, ഞങ്ങൾക്കൊരു സലാഹുദ്ദീനെ കൊണ്ടുവരൂ, ഞങ്ങൾക്ക് മുസ്ലിം ഉമ്മത്തിന്റെ അസ്തിത്വം വീണ്ടെടുക്കണം എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുസ്ലിം ഉമ്മത്ത് ഒരു ഉന്നതമായ നേതൃത്വത്തെ കൂടി കൊതിക്കുന്ന സന്ദർഭമാണ്. പക്ഷേ ആ നേതൃത്വത്തിനുണ്ടായിരിക്കേണ്ട രണ്ട് കണ്ണുകൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഐനാനി ലൻ തമസ്സുഹുമന്നാർ, രണ്ട് കണ്ണുകൾ, ആ രണ്ട് കണ്ണുകൾ നരകം അസ്പർശ്യമായ രണ്ട് കണ്ണുകളാണ്. ഐനുൻ ബക്കത് മിൻ ഖശ്യത്തില്ല, നമസ്കാരത്തിൽ കരഞ്ഞു കലങ്ങിയ കണ്ണാണ് ഒന്നാമത്തേതെങ്കിൽ, വഐനുൻ ബാതത് തഹ്റുസു ഫീ സബീലില്ലാ, സമരമുന്നണിയിൽ കാവൽ നിൽക്കുന്ന ഒരു മനുഷ്യന്റെ കണ്ണാണ്. ദീനിന് കോട്ടം വരരുത് എന്ന് കരുതി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ തളച്ചിടുന്ന കണ്ണ്. ഈ രണ്ട് കണ്ണുകളും ജീവിത നിലപാടാക്കിയ മഹാനായ സലാഹുദ്ദീൻ അയ്യൂബിയും മഹാനായ നൂറുദ്ദീൻ സങ്കി റഹ്മത്തുള്ളാഹി അലൈഹിയുടെയും ചരിത്രം പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ഓർത്തു വെക്കേണ്ടതുണ്ട്. മുസ്ലിം ഉമ്മത്ത് ഏതെല്ലാം തരത്തിലുള്ള അതിജീവനങ്ങൾ ചരിത്രത്തിൽ നടത്തിയിട്ടുണ്ട് എന്ന് നമ്മളൊന്ന് പരിശോധിച്ചു നോക്കൂ. വലാ തഹിനു വലാ തഹ്സനു, നിങ്ങൾ നിന്ദരാകരുത്, നിങ്ങൾ സങ്കടപ്പെടരുത്. വഅൻതുമുൽ അലൗൻ, നിങ്ങളാണ് ഉന്നതർ. ഇൻ കുൻതും മുഅ്മിനീൻ, പ്രാർത്ഥനയുടെയും ദുആഇന്റെയും പിൻബലത്തിൽ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയുമെങ്കിൽ മുസ്ലിം ഉമ്മത്തെ നിങ്ങളാണ് അത്യുന്നതർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ഭൂമിയിലെ ഏറ്റവും വലിയ ചൂടേറിയ തീനാളങ്ങളാണ് നമ്രൂദ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് വേണ്ടി ഒരുക്കിയത്. ഇബ്രാഹിമെ, താങ്കളുടെ ഉറച്ച തവക്കുലിന്റെ വഴിയിൽ ഈ തീ പോലും താങ്കളുടെ ആ വലിയ അപകടത്തിന്റെ മുന്നിൽ അത് തണുപ്പായി മാറിയിരിക്കുന്നു എന്ന് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് കരുത്തേകിയത് അദ്ദേഹത്തിന്റെ തവക്കുലിന്റെ ഹസ്ബുനല്ലാഹു വ നിഅ്മൽ വക്കീൽ നിഅ്മൽ മൗല വ നിഅ്മൻ നസീർ, എല്ലാത്തിനും പോന്നവനാണ് അല്ലാഹു, അള്ളാഹുവിൽ ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നു എന്ന തവക്കുലിന്റെ മനോഭാവമാണ് വലിയ പ്രതിസന്ധിയിൽ നിന്ന് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമെ കരകയറ്റിയത്. ജനങ്ങൾ ഒന്നടങ്കം മുങ്ങിത്താണ ജലപ്രളയത്തിലൂടെ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കപ്പലോടിച്ച ഒരു ചരിത്രമുണ്ട്. ഫിർഔനും കൂട്ടരും ചത്തുമലച്ച സമുദ്രത്തിന്റെ തിരമാലകൾ വകഞ്ഞു മാറ്റിക്കൊണ്ടാണ് മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉമ്മത്തിന്റെ മുമ്പിൽ പ്രോജ്വലമായി നോമ്പെടുത്തുകൊണ്ട് നമ്മൾ സ്മരിക്കുന്നത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആ കടൽ മാർഗേണയുള്ള അദ്ദേഹത്തിന്റെ മുറിച്ചു കടക്കൽ നമ്മൾ ഓർത്തെടുക്കുന്നത് നമ്മൾ നോമ്പ് നോറ്റുകൊണ്ടാണ്. പൊട്ടക്കിണറും തടവറയും ഭൗതികമായ എല്ലാ പ്രലോഭനങ്ങളും മറികടന്നുകൊണ്ടാണ് മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മിസ്റിന്റെ അധികാരമേൽക്കുന്നത്. എല്ലാം വിട്ടെറിഞ്ഞ് മക്കയിൽ നിന്നുള്ള പലായനം ചെയ്ത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മക്കയിൽ നിന്ന് കൈയൊഴിഞ്ഞപ്പോൾ മദീനയുടെ നേതൃസ്ഥാനം ഏറ്റെടുക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചരിത്രത്തിൽ നമുക്ക് കാണാം. സൗർ ഗുഹയുടെ മുകളിൽ തലയ്ക്കുമീത ശത്രുക്കൾ ആയുധങ്ങൾ മിനുക്കിയ സന്ദർഭത്തിൽ ഭയപ്പെട്ട കൂട്ടുകാരനോട് ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന, അബൂബക്കറെ താങ്കൾ എന്തിനു ഭയപ്പെടുന്നു, പടച്ചവൻ നമ്മുടെ കൂടെയില്ലേ എന്ന് ബോധ്യപ്പെടുത്തുന്നുണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. പിടിച്ചുകെട്ടാൻ വന്ന സുറാക്കയോട് അന്ത്യപ്രവാചകൻ പറഞ്ഞ ഒരു വാക്കുണ്ട്. റോമാ ചക്രവർത്തിയുടെ സീസറിന്റെ വള ധരിക്കുന്ന ഒരു കാലത്തെക്കുറിച്ച് സുറാക്ക, താങ്കൾ അങ്ങനെ സ്വപ്നം കണ്ടാൽ അതെന്തുമാത്രം സുഖമുള്ള കാര്യമായിരിക്കും എന്ന് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുറാക്കയോട് പറയുന്നുണ്ട്. പൊള്ളുന്ന സമരങ്ങളിലൂടെയാണ് സഹാബത്ത് അവർ നക്ഷത്രതുല്യരായി മാറിയത് എന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹാബത്തിന്റെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. മഹാനായ ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി മദ്ഹബിന്റെ ഇമാമിങ്ങൾ ഓരോന്നോരോന്നെടുത്ത് പരിശോധിച്ചാൽ അതിതീഷ്ണമായ ജാഹിലിയ്യത്തിന്റെ തടവറയിൽ മരിച്ചു വീണ ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി വെറും ഒരു മദ്ഹബിന്റെ ഇമാമ് മാത്രമായിരുന്നില്ല. നമസ്കാരങ്ങൾ കൊണ്ടും സ്വലാത്തുകൾ കൊണ്ടും സമരങ്ങൾ കൊണ്ടും ചേർത്ത് വെച്ചുകൊണ്ടുള്ള
ജീവിതത്തിലൂടെ മാത്രമേ മദ്ഹബിന്റെ ഇമാമിങ്ങളെ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. മദ്ഹബിന്റെ അനുയായികൾ കർമ്മശാസ്ത്ര പക്ഷപാതിത്വങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് വിഘടിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ മഹാനായ ഇമാം അവറുകളുടെ ഇമാമിങ്ങളുടെ അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി അടക്കമുള്ള മദ്ഹബിന്റെ ഇമാമിങ്ങളുടെ സമര പോരാട്ടങ്ങളുടെ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ അവരുടെ നമസ്കാരങ്ങളും അവരുടെ ഈമാനുമായിരുന്നു യഥാർത്ഥത്തിൽ അവരെ ചരിത്രത്തിൽ പ്രോജ്വലരാക്കി മാറ്റിയത് എന്ന് നമുക്ക് കാണാം. ഭരണകൂട ഭീകരതയുടെ ജയിലറകൾക്കുള്ളിൽ അന്ത്യശ്വാസം വലിച്ച ഇമാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി എങ്ങനെ പരകോടികളുടെ മനസ്സിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയെന്ന് പരിശോധിച്ചാൽ അദ്ദേഹത്തിന്റെ ഇസ്ലാമികമായ വീര്യവും ഊർജവും ഈമാനികവുമായ ബോധ്യവുമായിരുന്നു അദ്ദേഹത്തെ ജനമനസ്സുകളിൽ സ്ഥിരപ്രതിഷ്ഠ നേടാൻ അദ്ദേഹത്തെ പ്രാപ്തമാക്കിയത്. ബഗ്ദാദിൽ നിന്ന് നാട് കടത്തുന്നുണ്ട് മഹാനായ ഇമാം ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹിയെ. അദ്ദേഹത്തെ നാട് കടത്തിയത് കൊണ്ട് അദ്ദേഹം നേടിയെടുത്ത നന്മകൾ എന്ത് എന്ന് പരിശോധിച്ചാൽ വിശുദ്ധ ഖുർആനിന്റെ 7 പാരായണങ്ങളിൽ പ്രഗത്ഭനായി ചരിത്രത്തിൽ അറിയപ്പെട്ടു മഹാനായ ഇമാം ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി. CIA പൗരത്വ നിഷേധം ഒരുപോലെ വേട്ടയാടി 18 മാസക്കാലം ജയിലിലടച്ചിട്ടും തളരാത്ത മനസ്സോടുകൂടി അലി ശരീഅത്തി അദ്ദേഹം ഷഹാദത്ത് തെരഞ്ഞെടുത്തുകൊണ്ട് തലമുറകൾക്ക് എങ്ങനെ ഷഹീദാവണം എന്ന് അലി ശരീഅത്തി പഠിപ്പിച്ചു. ഫാറൂഖ് രാജാവ് ചരിത്രത്തിന്റെ ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിയപ്പെട്ടപ്പോൾ ഷഹീദ് ഹസനുൽ ബന്ന സുധീരമായി ജനകോടികളുടെ ചരിത്രത്തിൽ ഹീറോ ആയി മാറിയ ചരിത്രം, സമര പോരാട്ടങ്ങളുടെ ചരിത്രം എടുത്തു പരിശോധിക്കുമ്പോൾ നേതാക്കന്മാർ എങ്ങനെ സമൂഹത്തിൽ അവർ പ്രസിദ്ധിയാർജിച്ചു എന്നത് പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാൻ കഴിയും. അഭിനവ ജാഹിലിയത്തും താകൂത്തും ഒരുക്കിയ തൂക്കുമരത്തിൽ നിന്ന് സയ്യിദ് കുത്തുബ് പുഞ്ചിരി തൂങ്ങി നിൽക്കുന്നു. ഇന്ന് ചില ആളുകൾ ചോദിക്കുന്നുണ്ട്, സമര പോരാട്ടത്തിൽ മുസ്ലിം ഉമ്മത്തിന്റെ സമര ബാനറുകളിൽ എന്തുകൊണ്ട് സയ്യിദ് കുത്തുബ് എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളുടെ സയ്യിദ് കുത്തുബ് മുസ്ലിം ഉമ്മത്തിന്റെ മുഫസ്സിർ, ജയിലിൽ കിടന്ന് തഫ്സീർ എഴുതിയ മഹാനുഭാവൻ, അദ്ദേഹം അവശേഷിപ്പിച്ചിട്ട് പോയ ഈമാനികമായ പ്രോജ്വലതയുടെ ഒരടയാളവും ഈ പറയപ്പെടുന്ന ആളുകളുടെ നേതാക്കന്മാർക്കില്ല. മയക്കുമരുന്നിന്റെയും ലഹരിയുടെയും തമ്പുരാക്കന്മാർക്കപ്പുറത്ത് ഞങ്ങളുടെ നേതാക്കന്മാർ മഹാനായ സയ്യിദ് കുത്തുബ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം അടയാളപ്പെടുത്തിയ ഇസ്ലാമിക അടയാളപ്പെടുത്തൽ ചരിത്രത്തിൽ അതുല്യമാണ്. പാകിസ്ഥാൻ തടവറയിൽ തനിക്ക് കൊലമരം ഒരുക്കിയിട്ടുണ്ടെന്നറിഞ്ഞപ്പോൾ പ്രസന്നമായ മുഖത്തോടുകൂടി മഹാനായ അബുൽ അല മൗദൂദി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞ ഒരു വർത്തമാനമുണ്ട്. വിധി നടക്കുന്നത് ആകാശത്താണ്. നിങ്ങൾ എന്തെല്ലാം നിയമത്തിന് കൊപ്പുകുട്ടിയാലും അവസാനമായ പരമമായ വിധി എന്ന് പറയുന്നത് അത് പടച്ചതമ്പുരാന്റെ കോടതിയിലാണ് എന്ന് പ്രഖ്യാപിക്കുന്നുണ്ട് മഹാനായ മൗദൂദി റഹ്മത്തുള്ളാഹി അലൈഹി. പിറക്കാനിരിക്കുന്ന പുതിയ പൂക്കാലത്തിന് വേണ്ടി സ്വേച്ഛാധിപതികളുടെ മുഖത്തേക്ക് തൻ്റെ കയ്യിലിരുന്ന അവസാനത്തെ വടിയും വലിച്ചെറിഞ്ഞ് നമ്മുടെ കൺമുന്നിലൂടെ കടന്നുപോയ യഹ്യ സിൻവാർ, അദ്ദേഹം ഇന്നും യഹ്യ ജീവിച്ചിരിക്കുന്നുവെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സമര പോരാട്ടത്തിൽ അദ്ദേഹം അടയാളപ്പെടുത്തിയ ആ അടയാളപ്പെടുത്തൽ യഥാർത്ഥത്തിൽ ഈമാനിന്റെ കൂടി അടയാളപ്പെടുത്തലായിരുന്നു. പ്രാർത്ഥനയുടെയും നമസ്കാരത്തിൻ്റെയും തവക്കുലിൻ്റെയും കൂടി ഓർമ്മപ്പെടുത്തലായിരുന്നു. നമ്മൾ അതിജീവിക്കും. വിശുദ്ധമായ ഖുർആനിൻ്റെ ആ വാക്കുകൾ നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് സമര പോരാട്ടത്തിലേക്ക് ഇറങ്ങാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയണം. വലാ തഹിനു വലാ തഹ്സനു, നിങ്ങൾ ഒരിക്കലും അധമരാവുകയില്ല, നിങ്ങൾ നിന്ദ്യത നടിക്കരുത്, നിങ്ങൾ സങ്കടപ്പെടരുത്. വഅൻതുമുൽ അഅലൂൻ, മുസ്ലിം ഉമ്മത്താണ് അത്യുന്നതർ. ഇൻ കുന്തും മുഅ്മിനീൻ, ഒരൊറ്റ മാനദണ്ഡം മാത്രമേ ഉള്ളൂ, വിശ്വാസത്തിലൂട്ടപ്പെട്ടുകൊണ്ടാണ് നിങ്ങളുടെ നിലപാടെങ്കിൽ നിങ്ങൾക്കാണ് വിജയം. എല്ലാ പ്രതിസന്ധികളെയും എല്ലാ ബില്ലുകളെയും വകഞ്ഞു മാറ്റിക്കൊണ്ട് ഇസ്സത്തോടുകൂടി നിലനിൽക്കാൻ മുസ്ലിം ഉമ്മത്തിന് സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അർത്ഥത്തിൽ നമസ്കാരങ്ങളിലൂടെ, പ്രാർത്ഥനകളിലൂടെ, സമര പോരാട്ടങ്ങളിലൂടെ മുസ്ലിം ഉമ്മത്തിന്റെ ഇസ്സത്ത് നാം ഓരോരുത്തരുടെയും വീണ്ടെടുക്കാൻ, ആ അർത്ഥത്തിലുള്ള അനുകൂല സാഹചര്യം ഉണ്ടാകാൻ പടച്ചതമ്പുരാൻ നമ്മേവരെയും തുണയ്ക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.